തൃശൂർ പൂരം കലക്കൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്ന് തുടങ്ങി സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് പോലും ചോദ്യം ചെയ്യപ്പെട്ട ഒരു പിടി ആരോപണങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു MR അജിത് കുമാർ. പക്ഷേ പ്രതിപക്ഷവും CPI മന്ത്രിമാരും ഭരണകക്ഷി MLA ആയിരുന്ന PV അൻവറും ഒരേപോലെ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം തടയാൻ മാത്രം കരുത്തുള്ളതായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത് തെളിയിക്കുന്നത് തന്നെയാണ് അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനം. ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴും ADGP MR അജിത് കുമാറിനെ കൈവിടാൻ സർക്കാർ ഒരുക്കമല്ലെന്ന് തെളിയിക്കുന്നതാണ് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ ഒരു കൂട്ടം ആരോപണങ്ങളാണ് ചുരുങ്ങിയ കാലയളവിൽ അജിത് കുമാർ മൂലമുണ്ടായത്. പക്ഷേ അതൊന്നും സർക്കാർ ഗൗനിച്ചില്ലെന്ന് വേണം കരുതാൻ. RSS നേതാവ് ദത്താത്രേയ ഹൊസബുള്ളയെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP സ്വകാര്യ വാഹനത്തിൽ പോയി കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത് സെപ്റ്റംബർ 4-നായിരുന്നു. പിന്നീടത് സ്ഥിരീകരിക്കപ്പെട്ടു. പ്രമുഖ RSS നേതാവ് രാം മാധവിനെയും അജിത് കുമാർ കണ്ട വിവരം പുറത്തുവന്നു. തൃശൂർ പൂരം കലക്കിയതിനെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കൂടിക്കാഴ്ചകൾ ചേർത്ത് വായിച്ചത്. പൂരം കലക്കിയതിനു പിന്നിൽ CPIM-ഉം RSS-ഉം തമ്മിലുള്ള അന്തർധാരയാണെന്നും അജിത്തിന്റെ സ്വകാര്യ സന്ദർശനം മുഖ്യമന്ത്രിയുടെ ദൂതുമായിട്ടായിരുന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നു. ഇതിനു പുറമെയായിരുന്നു നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ. അനധികൃത സ്വത്ത് സമ്പാദനവും കോഴിക്കോട്ടെ മാമി തിരോധാനവുമടക്കം നിരവധി ആരോപണങ്ങൾ അൻവർ അജിത്തിനെതിരെ കൊണ്ടുവന്നു. ആരോപണങ്ങളോട് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ട് നടപടിയെന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. പൂരം നടത്തിപ്പിൽ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് റിപ്പോർട്ട് നൽകിയിട്ടും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയതിൽ നടപടിയൊതുങ്ങി. പക്ഷേ ഈ നടപടി പോലും ഘടകകക്ഷികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നുവെന്ന് വേണം കരുതാൻ. കാരണം DGP-യായി സ്ഥാനക്കയറ്റം ലഭിക്കാൻ അജിത് കുമാറിന് ഒരു കടമ്പയും കടക്കേണ്ടി വന്നില്ല. സർക്കാർ ഒപ്പമുണ്ടായിരുന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.